ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നോട്ടീസ്. കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് പിന്നാലെയാണിത്. 7 ദിവസത്തിനകം സ്വമേധയാ ഒഴിയണമെന്നാണ് നിർദ്ദേശം. അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം നേരിട്ട് പൊളിച്ചു നീക്കാനാണ് ലക്ഷ്യം. പാലക്കാട് കുള്ളപ്പള്ളി പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘം പരിശോധന നടത്തിയാണ് നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത്. ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭാ കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. തുടർന്ന് 15 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകി. ഇതിനെതിരെ 17 കടമുറി ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ബലക്ഷയത്തെ സംബന്ധിച്ച് വിദഗ്ധ സംഘം പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യം. വാദം കേട്ട കോടതി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വാദം കേൾക്കാനും ഉചിതമായ തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദമായ വാദം കേട്ട ശേഷമാണ് കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് 7 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയത്. കടമുറിയുടെ താക്കോൽ കൈമാറണമെന്നും വാടക കുടിശ്ശികയുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. കെട്ടിടം പൊളിച്ച ശേഷം ഈ ഭാഗം നവീകരിച്ച് ഒറ്റപ്പാലത്തിന് നഗര ചത്വരമുണ്ടാക്കാനാണ് പദ്ധതിയെന്നും പട്ടണം നവീകരിക്കാൻ ബജറ്റിലും പ്രത്യേക തുക വകയിരുത്തിയിരുന്നുവെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു. സർക്കാരിന്റെ ഉത്തരവും പരാമർശിച്ചുകൊണ്ട് നഗരസഭ എല്ലാ വ്യാപാരികൾക്കും കത്ത് നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. വ്യാപാരികൾ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് മറ്റു നടപടികൾ ആരംഭിക്കുന്നതാണ്. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.